മഞ്ജുവിനെ കാണാൻ പറ്റുന്നില്ല, ആയിഷ മാത്രം കാണാൻ പറ്റുന്നതാണ്. ആൻഡ് വെളിയിൽ നോക്കുമ്പോൾ, ഞാനിതിൽ വർക്ക് ചെയ്ത ആളല്ലാതെ വെളിയിൽ നിന്ന് ഈ സിനിമ നോക്കുമ്പോഴത്തേക്കും ഒരു ബ്രില്യൻറ്റ് ക്രിയേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആമറിൻ്റെ ആയിഷ എന്നുള്ളത്. അത് വളരെ അതിൻ്റെ ഡയലോഗ്സും അതുപോലെ തന്നെ അതിൻ്റെ ഹൃദയവും ഒക്കെ ആസിഫിൻ്റെയാണ്. ദാറ്റ്സ് ഓൾസോ വെരി വണ്ടർഫുൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിനിമയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വണ്ടർഫുൾ, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വിത്ത് മൈ എക്സ്പീരിയൻസ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ആത്മാവിനോട് തൊട്ടു നിൽക്കുന്ന സിനിമയായിട്ട് എനിക്ക് ആയിഷ തോന്നിയിട്ടുണ്ട്. പെർഹാപ്സ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത 140 സിനിമകളിലും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെന്ന് പറയാൻ പാട്ടുകൾ ഓഫ്കോഴ്സ് ഇതിലൊരു ഹിന്ദി സോങ് ഉണ്ട്, ഇതുവരെയും റിലീസായിട്ടില്ല. പിന്നെ കണ്ണില് നമ്മുടെ മഞ്ജു, ഞാൻ, ആമിർ, പിന്നെ പ്രഭുദേവ് സർ, നമ്മൾ തമ്മിലുള്ള ഒരു മൽപ്പിടുത്തത്തിലുണ്ടായ ഒരു പാട്ടാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ മഞ്ജുവിന് ഇഷ്ടപ്പെടില്ല, മഞ്ജുവിന് ഇഷ്ടപ്പെടുമ്പോൾ ആമിറിന് ഇഷ്ടപ്പെടില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പോൾ പ്രഭുദേവ് സർ നമുക്ക് കൊഞ്ചം ചേഞ്ച് പണ്ടലാന്ന് പറഞ്ഞു അങ്ങനെ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ടപ്പോൾ അത് ലോകത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതാണ് കണ്ണിലെ എന്നുള്ള പ്രാർത്ഥന. ഐ വാണ്ട് ടു താങ്ക് മൈ പ്രൊഡ്യൂസർ ഡിയർ സക്കറിയ. ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഹാരിസ് ദേശൻ, അതുപോലെ സക്കറിയ അവർ, മറ്റുള്ള നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും തന്നെ. പിന്നെ രാജിനെ കുറിച്ച് എന്ത് പറയാൻ, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ അല്ലേ. നമുക്ക് അങ്ങനെ ഒരു എൻ്റെ കുഞ്ഞനിയനാണ്, പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ രാജിനെ റെസ്പെക്ട് ചെയ്യാറുണ്ട്. കാരണം രാജിൻ്റെ വർക്ക് അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് ക്ലാസി ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ആയിഷ. ഞാൻ കൂടുതൽ നീട്ടി ഇതൊരു കത്തിയാക്കുന്നില്ല. താങ്ക് യു സോ മച്ച്.